ആർഡിടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ സർവീസിംഗ് ആണ്. കംപ്ലീറ്റ് സർവീസിംഗ് ആണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. സാംസങ്ങിൻ്റെ ഒരു വാഷിംഗ് മെഷീനാണ്. 7 കിലോയാണ് വരുന്നത്. ഇതിനൊരു കംപ്ലയിൻറ്റ് കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ റിപ്പയറിങ്ങിന് വന്നതാണ്. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ തുണി വാഷ് ചെയ്യുന്ന ഈ ഒരു ഡ്രം സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു സൗണ്ട് കേട്ട് നിന്നതാണെന്നാണ് പറഞ്ഞത്. സൗണ്ട് കേട്ടിട്ട് ഡ്രം സ്റ്റക്കായി പോയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഡ്രം ആണ്ട് ഒരയുന്ന രീതിയിലാണ് ഇപ്പോൾ റൊട്ടേറ്റ് ആവുന്നത്. ഇതുമാതിരി പാട് ഉണ്ട്, ഒരയുന്ന രീതിയിലാണ് റൊട്ടേറ്റ് ആവുന്നത്. ഇത് നമുക്ക് സർവീസ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ മെഷീൻ്റെ ബാക്കിൽ കണ്ടുപിടി ഒരു 4 സ്ക്രൂസ് കൊടുത്തേപ്പുണ്ട്. ഈ 4 സ്ക്രൂ ആണ് നമുക്ക് ആദ്യമേ അഴിക്കേണ്ടത്. ബാക്കിലത്തെ സെക്ഷൻ അഴിച്ചേപ്പുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ബെൽറ്റ് പുള്ളി ചെയ്യുന്ന ബെൽറ്റ് നമ്മൾ റിമൂവ് ചെയ്തേക്കാം. ബെൽറ്റിങ് മുന്നോട്ട് പിടിച്ചാൽ മതി. ഉണ്ടോ, ബെൽറ്റ് കൂടി നമുക്ക് കൈ കിട്ടും. അടുത്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ പുള്ളി അകത്ത് ആ ഒരു ഷാഫ്റ്റിൽ നിന്ന് ഈ ഒരു പുള്ളി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 17ൻ്റെ സ്പാനറാണ് യൂസ് ചെയ്യുന്നത്. 17ൻ്റെ സ്പാനറും നമ്മുടെ കയ്യിൽ 13 ഇഞ്ചിൻ്റെ ഒരു ടീ ബാറും ഇരിപ്പുണ്ട്. ടീ ജസ്റ്റ് ഉള്ളിലേക്കാണ് വെച്ച് കൊടുത്തിട്ട് സ്പാനർ വെച്ച് അഴിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഒരു കയ്യിൽ ടീയും മറ്റേ കയ്യിൽ സ്പാനറും പിടിച്ചേക്കുക. 2 കയ്യിലും ഒരേ രീതിയിൽ പ്രഷർ ഊരിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വേർതിരിച്ച് കൊടുത്താൽ ഇവിടെ കൊണ്ട് ഈ ടീ എന്നിവിടെ തട്ടിയിട്ട് ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 കയ്യിലും ഒരേ പ്രഷർ എടുത്ത് വേണം അഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പുള്ളി ഇതിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട്. കണ്ടോ, ജസ്റ്റ് ഇതേപോലെ ഊരിയെടുക്കുക. അടുത്തത് നമ്മൾ ടോപ്പ് സെക്ഷനില്ലേ, ആ ടോപ്പിൻ്റെ താഴെയായിട്ട് 2 സ്ക്രൂസ് വരുന്നുണ്ട്. ഒന്ന് അങ്ങേ സൈഡിലും ഒന്നുണ്ട് ഇവിടെയായിട്ട് 2 സ്ക്രൂസ് വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് ആദ്യം അഴിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ടോപ്പ് അഴിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ PCB ആയിട്ട് ബന്ധിപ്പിച്ചേക്കുന്ന 2-3 സ്ക്രൂസ് ഉണ്ട് ഇവിടെ. ഈ സ്ക്രൂ 3 എണ്ണമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ 3 എണ്ണം റിമൂവ് ചെയ്യണം. അതേപോലെ ഈ ഡിറ്റർജൻറ്റ് ട്രേക്കകത്ത് ജസ്റ്റ് ഒന്ന് ഊരിയെടുത്തേക്കാം. 1, 2 ഇവിടെ 2 സ്ക്രൂവും കൂടെ ഉണ്ട്. ഇത് 2 ഊരി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു PCB വാഷിംഗ് മെഷീൻ്റെ ഫ്രണ്ട് PCB ഊരിയെടുക്കാവുന്നതാണ്. നമ്മളിതിൻ്റെ PCB ജസ്റ്റ് ഊരിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് കണക്ഷനെല്ലാം ഒന്ന് പിടിക്കണം. നമ്മളിവിടെ 2 സ്ക്രൂ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ നല്ലോണം തുരുമ്പ് കയറിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലിരുന്നതായിരുന്നു. നമ്മൾ കസ്റ്റമറോട് ചോദിച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ സ്ക്രൂ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഗ്യാസ്കറ്റ് ഇല്ലേ, നമ്മുടെ മെഷീനിൽ ഇവിടെ കൊടുത്തേക്കുന്ന ഗ്യാസ്കറ്റ്, ഇതിന് ഇവിടെ ഒരു റിങ് കൊടുത്തേക്കുണ്ട്. ആ റിങ് ജസ്റ്റ് നമ്മൾ മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് കണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ജസ്റ്റ് എടുത്തിട്ട് പുറത്തേക്കും കിട്ടല്ലേക്കുക. ഗ്യാസ്കറ്റിൽ നിന്ന് ബോഡിയിൽ നിന്ന് ഗ്യാസ്കറ്റ് അങ്ങ് പിടിക്കുക. ഗ്യാസ്കറ്റൊക്കെ ഡാമേജ് ആയതാണ്, നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വലിച്ചെടുക്കുന്നത്. നമ്മൾ ഗ്യാസ്കറ്റ് റിമൂവ് ചെയ്ത ഉള്ളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി വരുന്നത് അടിയിൽ നമുക്കവിടെ 3 സ്ക്രൂകൾ കൊടുത്തിട്ടുണ്ട്. തുരുമ്പായതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അഴിക്കാൻ വേണ്ടിയിട്ടുള്ള 3 സ്ക്രൂകൾ കൊടുത്തതുകൊണ്ട് നമ്മളോട് പറ്റുന്ന രീതിയിൽ ഓരോന്നായിട്ട് അഴിച്ചെടുക്കാൻ പോവുകയാണ്. 3 സ്ക്രൂവും റിമൂവ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ഫ്രണ്ട് സെക്ഷൻ ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഫ്രണ്ട് സെക്ഷൻ, അതായത് ഡോറ് വരുന്ന ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താഴത്തെ സ്ക്രൂ ഒക്കെ ഇച്ചിരി തുരുമ്പെടുത്തിരുന്നെങ്കിൽ നമ്മളത് ഫുള്ള് അഴിച്ചെടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കെട്ടിയിരിക്കുന്ന വേസ്റ്റ് വെള്ളം, അതായത് നേരത്തെ കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള അഴുക്കൊക്കെ അടിഞ്ഞിറങ്ങുന്ന വെള്ളം നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ അഴിക്കുമ്പം ഫുള്ള് ഫ്ലോറിലാവും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സെക്ഷനിൽ വെള്ളം റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് തുറന്ന് വെള്ളം പുറത്തിടുക.
വേസ്റ്റാണ് കംപ്ലീറ്റ് ഇതിനുള്ളിൽ. മെഷീനുള്ളിലെ വേസ്റ്റ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെഷീൻ്റെ ഫ്രണ്ടിലുള്ള കണ്ട ഈ ഒരു സെക്ഷനിൽ കാണുന്ന വെയിറ്റ് ബാലൻസർ, ഇതിനെ വെയിറ്റ് ബാലൻസർ എന്ന് പറയും. ഈ ഒരു 3 ലോക്കുണ്ട്, 3 ബോൾട്ട്. ഈ 3 ബോൾട്ട് റിമൂവ് ചെയ്തെടുക്കണം. 3 ബോൾട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ വെയിറ്റ് ബാലൻസർ അഴിച്ചെടുക്കണം. ഫ്രണ്ട് നമ്മൾ വെയിറ്റ് ബാലൻസർ റിമൂവ് ചെയ്തിട്ടുണ്ട്, അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഡിറ്റർജൻറ്റ് ബോക്സിൻ്റെ ഓരോ ഹോസ്, നമ്മൾ ഈ ടബിനകത്തേക്ക് കൊടുത്തേക്കുന്ന ഹോസ്, അത് നമുക്ക് വിടിയിക്കണം. ഇതിൽ നിന്ന് ഉള്ള ഹോസെല്ലാം വിടിയിക്കണം. പിന്നെ അതേപോലെ ഇതിൻ്റെ കണ്ടേ ടബ് റിമൂവ് ചെയ്യാൻ ടബ് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 10 ഇഞ്ചിൻ്റെ നമ്മുടെ ഈ ടീ ബാർ വെച്ച് അടിക്കത്തൊക്കെ ഇതിനുള്ള ബോൾട്ടാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ മൊത്തം ഒരു 14 ബോൾട്ട് കാണും. 14 എണ്ണം റിമൂവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഡ്രം ഇളക്കിയിട്ട് ഈ ഫ്രണ്ട് ടബ് ഇളക്കിയിട്ട് ഡ്രം പുറത്തെടുക്കാം. മെഷീനിലെ ടബ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ടബ് ഡാമേജ് ആയതാണ്, കാരണം ടബ് പൊട്ടിയിട്ടുണ്ട്. ഡ്രം ഒന്ന് തട്ടിയിട്ട് ടബ് ഇവിടെ സ്ക്രാച്ച് വീണിട്ട് ഉള്ളിലേക്ക് പൊട്ടലുണ്ട്. നമുക്ക് ഈ ടബ് വെച്ചിട്ട് ഇനി മുന്നോട്ട് ഇടാൻ ഒക്കില്ല, ലീക്ക് ഉണ്ടാവും. അതേപോലെ ഇതാണ് നമ്മൾ അഴിച്ച ഡ്രം, മെഷീൻ്റെ ഡ്രം ഇതാണ്. ഈ കാണുന്നതാണ് ഷാഫ്റ്റ്. ഇപ്പം ഇതിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ബാക്ക് ടബ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പുതിയ ഷാഫ്റ്റ് ഇട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ ഷാഫ്റ്റ് കയറ്റിയിട്ടുണ്ട്. ഡ്രമ്മെല്ലാം നമ്മൾ അഴുക്കായിരുന്നതെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ പുതിയ ഷാഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്ക് ടബ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അഴുക്കെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തേക്കൊണ്ട് ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പോകണം. നമ്മൾ ഫ്രണ്ട് ടബ് പുതിയതായിരിക്കും ഇടാൻ പോകുന്നത്. ഇതാണ് പുതിയ ഫ്രണ്ട് ടബ്. ഇതാണ് സെറ്റോടാണ് മാറുന്നത്. ഗ്യാസ്കറ്റ് ഉൾപ്പെടെ വരുന്ന പുതിയ ഫ്രണ്ട് ടബ്. പുതിയ ഷാഫ്റ്റ് മാറ്റിയിട്ടേപ്പുണ്ട്. നമ്മൾ നല്ല സ്മൂത്തായിട്ട് നമ്മൾ റൊട്ടേറ്റ് ആവുന്നുണ്ട്. ഇനി ഫ്രണ്ട് ടബ് സെറ്റ് ചെയ്തിട്ട് അതേപോലെ എല്ലാം സെറ്റ് ചെയ്തിട്ട് വെയിറ്റ് ബാലൻസർ ഉൾപ്പെടെ സെറ്റ് ചെയ്തിട്ടുള്ള കാണിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഷാഫ്റ്റ് മാറി തിരിച്ച് പുതിയ ഷാഫ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രം തിരിച്ച് സെറ്റ് ചെയ്തു. പുതിയ ഫ്രണ്ട് ടബ് മാറിയിട്ടുണ്ട്. അതേപോലെ ഗ്യാസ്കറ്റ് എല്ലാം പുതിയതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ബോഡി അതേപോലെ അതിൻ്റെ സ്ക്രൂ നെട്ട് എല്ലാം തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചിടാൻ പോവുകയാണ്. ഡോർ സ്വിച്ചിൻ്റെ, അപ്പോൾ ആ ഡോർ സ്വിച്ചിൻ്റെ കണക്ഷനായിട്ട് ഇവിടെ ഇതേപോലെ കൊടുക്കാം. എല്ലാം ബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിലെ പുള്ളി, റിങ്, അതേപോലെ അതിൻ്റെ ബെൽറ്റ് 4 സ്ക്രൂവും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആവുകയാണ്. നമ്മൾ പുള്ളിയിട്ട് ഇത് ഞെട്ടിട്ടതിന് ശേഷം ഈ ഒരു നമ്മുടെ സ്പാനർ വെച്ചിട്ട് ജസ്റ്റ് ഈ പുള്ളി ജസ്റ്റ് കറക്കി വിടുക. കറക്കി വിടുമ്പോൾ നെറ്റ് അവിടെ ഓൾറെഡി ഒരു ചെറിയ ടൈറ്റ് കിട്ടും. പിന്നെ നമുക്കൊരു കൈ കൊണ്ട് ഒരു ചെറിയൊരു ടൈറ്റ് കൊടുക്കാം. കിട്ടി ഊരിയതുപോലെ തന്നെ അതേ പ്രഷറിൽ തന്നെ 2 സൈഡിലും ഒരേപോലെ
ഈ കയ്യിൽ കൊടുക്കുന്ന അതേ പ്രഷർ തന്നെ നമ്മൾ 2 കയ്യിൽ ഒരേ പ്രഷറിൽ കൊടുത്താൽ സ്റ്റിപ്പിലടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ പൊട്ടി 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 താപ്പോട്ട് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെഷീൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് പ്രോപ്പർ വർക്കിംഗ് ആണോ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് മെഷീൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം.